എല്ലാവർക്കും നമസ്കാരം. LP-UP പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ കുറച്ച് നാളായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിട്ട് വേറെ കുറച്ച് ക്ലാസ്സുകളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. എങ്കിലും പലരും ഇതിൻ്റെ ഇടയ്ക്ക് ചോദിച്ചത് റീഡിംഗ് കോമ്പിനേഷൻ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കണം. അപ്പോൾ ഈ ക്വസ്റ്റിനകത്ത് റീഡിംഗ് കോമ്പിനേഷൻ ഉണ്ട്, അത് നിങ്ങൾക്കൊരു പരിശീലനമാവും. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു പെഡഗോജിയായിട്ട് ബന്ധപ്പെട്ട് 2 ചോദ്യമുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അതിൻ്റെ ആൻസർ പെഡഗോജി സൈക്കോളജി അധ്യാപകൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് അതിൻ്റെ കമൻറ്റ് ചെയ്യാം ആൻസേഴ്സ്. അതിൻ്റെ ആൻസർ ഞാൻ പറയുന്നില്ല, കാരണം ഒരു ഊഹം വെച്ച് ഞാൻ പറയുന്നത് ശരിയല്ല. അപ്പോൾ ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസ് എത്ര എണ്ണം ഉണ്ടായിരുന്നു, റീഡിംഗ് കോമ്പിനേഷൻ എത്ര ഉണ്ടായിരുന്നുള്ള കന്നഡ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾക്കറിയാം, ഈ അടുത്ത സമയത്ത് നടന്ന LP-UPയുടെ കന്നഡ ക്വസ്റ്റ്യൻ പേപ്പർ സെയിം മോഡലാണ് നമുക്കുള്ളത്. സോ ഒന്നാമത്തെ റീഡിംഗ് കോമ്പിനേഷനാണ്. പാസേജ് നമുക്കൊന്ന് വായിക്കാം. ഒരു റീഡിംഗ് കോമ്പിനേഷൻ കിട്ടുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് പാസേജ് 2 തവണ വായിച്ച് അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുക. വളരെ സിമ്പിളായിട്ടുള്ളൊരു പാസേജും അതിനേക്കാൾ സിമ്പിളായിട്ടുള്ള ചോദ്യങ്ങളുമാണ് ചോദിച്ചത്. ഞാനങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് പോവുകയാണ്. റീഡ് ദ പാസേജ് ഗിവൻ ബിലോ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ഇറ്റ്. ഓൾഡ് ഏജ് ഈസ് ക്വൈറ്റ് സിമിലർ ടു ചൈൽഡ്ഹുഡ് ഇൻ മെനി റെസ്പെക്ട്സ്. വയസ്സാം കാലം കുട്ടിക്കാലമായിട്ട് ഒരുപാട് ബന്ധമുണ്ട്. The way a child is unable to do any work in his own and is dependent on his parents, every now and then old people are also dependent on others for getting their work accomplished as they are no longer physically fit. എന്താണ് പറയുന്നത്? കുട്ടിക്കാലത്തൊരു കുട്ടി തൻ്റെ പ്രാഥമിക കാര്യങ്ങൾ അല്ലെങ്കിൽ അവനവൻ്റെ കാര്യങ്ങൾ നോക്കാൻ എത്രമാത്രം പാരൻസിനെ ആശ്രയിക്കുന്നുവോ അതേപോലെ തന്നെ വയസ്സാം കാലത്ത് പാരൻസ് അവരുടെ മക്കളെ ആശ്രയിക്കേണ്ടി വരുന്നു. അതിൻ്റെ കാരണം അവർ ഫിസിക്കലി അൺഫിറ്റ് ആണ്, നോട്ട് ഫിസിക്കലി ഫിറ്റ്. ബട്ട് ഹിയർ ലൈസ് ദ ഐറണി. ഇവിടെയാണ് ഈ വിരോധാഭാസം. എന്താണ് വിരോധാഭാസം? These old people are the same who took care of their children when they were small. They never considered their children as a burden. നിങ്ങൾക്ക് ഈ പാസേജ് ചോദിച്ചത് പലതും ഈ പ്രായമുള്ളവരെ നോക്കുന്നതിനെ കുറിച്ച്. ഈ അടുത്ത സമയത്ത് നേരത്തെ വന്നൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ അഡൾട്ട് ഹോമിനെ കുറിച്ച് ചോദിച്ചു. എനിക്ക് തോന്നുന്നു ഈ വിദ്യാഭ്യാസപരമായിട്ടായതുകൊണ്ട് ഏറ്റവും കൂടുതൽ വിദ്യാഭ്യാസം കൊടുക്കേണ്ടത് പ്രായമായ ആൾക്കാരെ എങ്ങനെ സംരക്ഷിക്കണം അതിനാണെന്ന് തോന്നുന്നു ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ പരീക്ഷകളിൽ കൂടുതൽ ഉൾപ്പെടുത്തുന്നതെന്ന് തോന്നുന്നു. These old people are the same who took care of their children when they were small. They never considered their children as a burden. But the same children, when they grown up, find it is difficult to take care of their old parents. When their parents become old, the children start finding out ways to get rid of them so that they can enjoy their life in peace. വളരെ വലിയൊരു വിരോധാഭാസത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ്? കുട്ടിക്കാലത്ത് യാതൊരു പരാതിയുമില്ലാതെ വളരെ സ്നേഹലാളന പരിഗണനയോടുകൂടിയാണ് അച്ഛന്മാർ അല്ലെങ്കിൽ അമ്മമാർ പാരൻസ് മക്കളെ വളർത്തുന്നത്. അവർക്ക് കുഞ്ഞുങ്ങളൊരു ബാധ്യതയാകുകയില്ല ഒരു തരത്തിലും. ഈവൻ അവരുടെ മലമൂത്ര വിസർജനം ചെയ്യുന്ന സമയത്ത് അതുപോലും ഇവർക്കൊരു ബാധ്യതയാവില്ല. എന്നാൽ വിരോധം എന്താണെന്ന് ചോദിച്ചാൽ, വിരോധാഭാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വയസ്സാം കാലത്ത് മക്കൾക്ക് പാരൻസിനെ നോക്കേണ്ടി വരുമ്പോൾ പലപ്പോഴും അവർ ഒരു ബാധ്യതയാകേണ്ടി വരുന്നു. അവരെ എങ്ങനെങ്കിലും ഉപേക്ഷിക്കാൻ ആണ് അവർ ശ്രമിക്കുന്നത് എന്ന് പറയും. സമാധാനപരമായിട്ട് ജീവിക്കാൻ ശ്രമിക്കും. ഇതൊരു വിരോധാഭാസമാണ്. ഈ അടുത്ത കാലത്ത് കേട്ടൊരു ട്രാജിക്കായിട്ടുള്ള ഡയലോഗാണ്. ഒരമ്മ 12 മക്കളെ നോക്കി, പക്ഷെ 12 മക്കൾക്ക് വയസ്സാം കാലത്ത് ഒരമ്മയെ നോക്കാൻ കഴിയുന്നില്ല. ഇതാണ് ആ വിരോധാഭാസം. അതാണ് ഇവിടെ പറഞ്ഞു വെക്കുന്നത്. ഇനി നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിന് പല കാരണങ്ങളുണ്ട് കേട്ടോ, കാരണങ്ങളൊന്നും പറയുന്നില്ല. വൈ ഡു ഓൾഡ് പീപ്പിൾ ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്? എന്തുകൊണ്ടാണ് വയസ്സായവർ ഒരു മാർക്കാണ് മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? ദേ ആർ ലേസി. അവർ മടിയായതുകൊണ്ടാണോ? ദേ വാണ്ട് അതേഴ്സ് ടു വർക്ക് ഫോർ ദം. ബാക്കിയുള്ളവർ അവർക്ക് വേണ്ടി ജോലി ചെയ്യണം എന്നുള്ളത് കൊണ്ടാണോ? ദേ ആർ ഹാപ്പി ടു ഡിപ്പെൻഡ് ഓൺ അതേഴ്സ്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാൻ അവർക്ക് സന്തോഷമുണ്ട് എന്നതുകൊണ്ടാണോ? ദേ ആർ നോട്ട് ഫിസിക്കലി ഫിറ്റ്. അവർ ഫിസിക്കലി ഫിറ്റ് അല്ലാത്തത് കൊണ്ടാണോ? എല്ലാവർക്കും കണ്ടുപിടിക്കാം. ആൻസർ എന്താണെന്ന് ചോദിച്ചാൽ അവർ ഫിസിക്കലി ഫിറ്റ് അല്ലാത്തത് കൊണ്ടാണ്. നെക്സ്റ്റ്, വാട്ട് ഈസ് ദ ഐറണി മെൻഷൻ ഇൻ ദ പാസേജ്? ഇവിടെ ഒരു വിരോധാഭാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. പാരൻസ് കൺസിഡർഡ് ദിയർ ചിൽഡ്രൻ ആസ് ബർഡൻ വെൻ ദേ വെർ സ്മാൾ. പാരൻസ് പലപ്പോഴും കുഞ്ഞുങ്ങളെ ഒരു ശല്യമായിട്ടാണ് കാണുന്നത്. നോട്ട് റൈറ്റ്. The children who were taken care of by their parents find it difficult to take care of their parents in their old age. കുട്ടിക്കാലത്ത് അച്ഛനമ്മമാരാൽ സംരക്ഷിക്കപ്പെടുന്ന മക്കൾ വയസ്സാം കാലത്ത് അവരുടെ അച്ഛനമ്മമാരെ സംരക്ഷിക്കാൻ മടി കാണിക്കുന്നു. ഇതാണ് റൈറ്റ് ആൻസർ. അതാണ് വിരോധാഭാസം. All the children are happy to look after parents. അല്ല, എല്ലാ മക്കളും അച്ഛനമ്മമാരെ നോക്കാൻ ഒരുപോലെ ഇഷ്ടപ്പെടുന്നില്ല. പാരൻസ് ഡു നോട്ട് വാണ്ട് ടു ബി ടേക്കൺ കെയർ ഓഫ് ദിയർ ചിൽഡ്രൻ. ഇതൊന്നുമല്ല, നമ്മൾ ആൻസർ കണ്ടുപിടിച്ചു. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ദ മീനിങ് ഓഫ് ഗെറ്റ് റിഡ് ഓഫ്? ഗെറ്റ് റിഡ് ഓഫ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥമല്ലാത്തത് ഏതാണെന്ന് ചോദിച്ചേക്കുന്നത്. എലിമിനേറ്റ് ചെയ്യുക, ഇല്ലാതാക്കുക, അത് വരാം ഗെറ്റ് റിഡ് ഓഫ്. ഡിസ്കാർഡ്, റിജക്റ്റ് ചെയ്യുക. അബാൻഡൻ, ഒഴിവാക്കുക. ഇത് മൂന്നും ഗെറ്റ് റിഡ് ഓഫിൻ്റെ അർത്ഥമാണ്. അപ്പോൾ ഗെറ്റ് റിഡ് ഓഫിൻ്റെ അർത്ഥം അല്ലാത്തത് ഇൻക്ലൂഡ്, ഉൾപ്പെടുത്തുക. അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. എളുപ്പം കണ്ടുപിടിക്കാം.
ഹി ഹാസ് ബീൻ വർക്കിംഗ് ഇൻ ദിസ് ഓഫീസ് ഡാഷ് 5 years. ഒരു കാലയളവ് പറയുമ്പോൾ 4 ആണ്. ഒരു കൃത്യമായ സമയം പറയുമ്പോൾ സിൻസാണ്. സിൻസ് 4 years, സിൻസ് 2 weeks, സിൻസ് 2 hours, for 2 hours, for 2 weeks, for 2 months, 4 over a month. കാലയളവ് പറയുമ്പോൾ എപ്പോഴും 4 ആണ്. സിൻസ് പറയുന്നത് എവിടേക്കാണ്? സിൻസ് 1997, സിൻസ് 4 o'clock, സിൻസ് ഡിസംബർ, സിൻസ് ജനുവരി, സിൻസ് ക്രിസ്മസ്. കൃത്യമായ സമയം പറയുമ്പോൾ സിൻസ്. ആൻസർ 4. പ്രത്യേകിച്ചും ഹാസ് ഓർ ഹൗ പ്ലസ് ബീൻ പ്ലസ് ING അഥവാ പ്രസന്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് സിൻസ് 4 അവസാനം വരുന്നത്, സമയത്തിന് മുമ്പ്. വി വാക്ക്ഡ് ഇൻ ടു എ റൂം ദാറ്റ് ഈസ് ഫുൾ ഓഫ് ഓഫീസ് ഡാഷ്. ഇവിടെ ഡാഷ് ആണ്. ഓഫീസ് എക്യുപ്മെന്റ്, അതാണ് സംഭവം. എക്യുപ്മെന്റ് ആണ് ഉപകരണങ്ങൾ. എക്യുപ്മെന്റ്സ് എന്ന് പറയത്തില്ല. എക്യുപ്മെന്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ കൂടെ എസ് ഉപയോഗിക്കത്തില്ല. കറക്റ്റ് വാക്ക് എക്യുപ്മെന്റ്. അത് സിംഗുലർ ആണ്, അതിന് പ്ലൂറൽ ഇല്ല. എക്യുപ്മെന്റ്, ഇൻഫർമേഷൻ, ബാഗേജ്, ലഗേജ്, ക്രോക്കറി, കട്ട്ലറി, ഹോംവർക്ക്, മണി. ഈ വാക്കുകൾക്ക് പ്ലൂറൽ ഇല്ല. ഇൻഫർമേഷൻസ് എന്ന് പറയത്തില്ല, സീനറീസ് എന്ന് പറയത്തില്ല, ബാഗേജസ് എന്ന് പറയത്തില്ല, സിംഗുലർ ആയിരിക്കും. നെക്സ്റ്റ് വൺ. ഇറ്റ് ഈസ് ഡാഷ് ഓണർ ടു ബി ഏബിൾ ടു മീറ്റ് ദ പ്രൈം മിനിസ്റ്റർ. ഓണർ എന്ന് പറയുന്നത് ഉച്ചരിക്കുന്നത് ഓ എന്നായതുകൊണ്ട് ആൻ ഓണർ എന്ന് വായിക്കണം. ആൻ ദ വരത്തില്ല. പിന്നുള്ളത് എയും ആനുമാണ്. അതിനകത്ത് ആൻ ഓണർ. എളുപ്പമുള്ള ചോദ്യമായിരുന്നു. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെന്റൻസ് ഈസ് ഗ്രാമാറ്റിക്കലി കറക്റ്റ്? He resembles to, he resembles with, he resembles his father, he resembles on his father. അവൻ്റെ അച്ഛൻ്റെ കൂട്ടിരിക്കുന്നു. റിസംബിൾസ് എന്ന് പറയുന്ന വാക്കിന് ശേഷം നോ പ്രിപ്പോസിഷൻ. പ്രിപ്പോസിഷൻ ഒന്നും വേണ്ട, നോ പ്രിപ്പോസിഷൻ ആണ്. ഇവിടെ എല്ലാം ഉണ്ട്. ടു ഉണ്ട്, വിത്ത് ഉണ്ട്, ഓൺ ഉണ്ട്. ആൻസർ ഹി റിസംബിൾസ് ഹിസ് ഫാദർ എന്ന് പറഞ്ഞാൽ ഫാദറിനെ പോലെ ഇരിക്കുന്നു. നൺ ഓഫ് അസ്, നൺ ഓഫ് അസിന് ശേഷം എപ്പോഴും എണ്ണാൻ പറ്റുന്നതാണെങ്കിൽ വെർബ് പ്ലൂറൽ ആയിരിക്കും. എണ്ണാൻ പറ്റാത്തതാണെങ്കിൽ വെർബ് സിംഗുലർ ആയിരിക്കും. നണ്ണെന്ന് പറയുന്ന വാക്കിന് ശേഷം ഉപയോഗിച്ചിരിക്കുന്ന അസ്സാണ്. അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്നുള്ള അർത്ഥമാണ്. ഞങ്ങൾ എന്നുള്ള അർത്ഥം പിന്നെ എണ്ണാൻ പറ്റുന്നതാണ്. ഞങ്ങളെ എണ്ണാൻ പറ്റും. ഒന്നിൽ കൂടുതൽ പേരുണ്ട്. അപ്പം നോ മതി. നോ. പിന്നെ നോസ് സിംഗുലർ വരത്തില്ല. ചില നോൺ ഒറ്റയ്ക്ക് വരത്തില്ല. ഹാസ്, ഹാവ്, ഹാഡും വരും. ന്യൂ വരാം. അത് പാസ്റ്റാ. ഈ സെൻറ്റൻസ് പാസ്റ്റ് അല്ല. ഹാസ് ഹാപ്പൻഡ് എന്ന് പറഞ്ഞാൽ പ്രസൻറ്റാണ്. നൺ ഓഫ് us know what has happened to him. അവൻ എന്താണ് സംഭവിച്ചതെന്ന് ആർക്കും അറിയത്തില്ല. അപ്പം നോ മതി. എന്തിനാണ് ന്യൂ? ന്യൂ വരുന്നെങ്കിൽ ഹാഡ് ഹാപ്പൻഡ് എന്ന് വന്നേനെ. ഓക്കെ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ പ്രിൻസിപ്പിൾ ഓഫ് ഡയറക്റ്റ് മെത്തേഡ് ഓഫ് ലാംഗ്വേജ് ടീച്ചിങ്? 2 ചോദ്യങ്ങൾ, പെഡഗോജി, സൈക്കോളജി. നിങ്ങൾ തന്നെ ഉത്തരം പറഞ്ഞാൽ മതി. ലാംഗ്വേജ് ടീച്ചിങ്ങിൻ്റെ പ്രിൻസിപ്പിൾ അല്ലാത്തത് ഏത്? റെപ്പറ്റീഷൻ ഈസ് എസെൻഷ്യൽ. ഇൻഡക്റ്റീവ് മെത്തേഡ് ഈസ് യൂസ്ഡ് ഫോർ ടീച്ചിങ് ഗ്രാമർ. എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് ദ ടാർഗറ്റ് ലാംഗ്വേജ് ഇൻ ദ ക്ലാസ് റൂം. ഇറ്റ് ഈസ് സ്റ്റുഡൻറ് സെൻറ്റേഡ്. എനിക്ക് തോന്നുന്നു ഇതാണ്. എൻ്റെ രൂപം പറയുമോ? എൻ്റെ പഠിച്ച അറിവ് വെച്ച് ഇത് പറയാൻ ഞാൻ യോഗ്യനല്ല. നിങ്ങളുടെ സൈക്കോളജി അധ്യാപകം വരും. എൻ്റെ ഊഹമാണ്. നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം കറക്റ്റ് ആൻസർ. ഞാൻ ആൻസർ അല്ല പറഞ്ഞത്, ഇത് എൻ്റെ ആൻസർ. ഓക്കെ. നെക്സ്റ്റ്. വിച്ച് ആർ ദ 2 objectives ഓഫ് ടീച്ചിങ് ഇംഗ്ലീഷ് ഇൻ LP ക്ലാസ്സസ്? ടു ഡെവലപ്പ് ദ 4 ലാംഗ്വേജ് സ്കിൽസ്. അത് ശരിയാ. LSRW എന്തായാലും വേണം. ടു എനേബിൾ ദ ലേണർ ടു കമ്മ്യൂണിക്കേറ്റ് എഫക്റ്റ്. അത് ശരിയാണ്. സർപ്രൈസ് അതേഴ്സ് അല്ലെന്ന് തോന്നുന്നു. ടു എനേബിൾ ദ ലേണർ ടു ക്രിയേറ്റ് ഗ്രേറ്റ് ലിറ്റററി വർക്ക്. അതും അല്ല. കൊച്ചു പിള്ളേർക്ക് ഇത് രണ്ടും ബാധകമല്ല. ലാംഗ്വേജ് ടീച്ചിങ്ങിന് ഇത് രണ്ടും ബാധകമാണ്. അപ്പം 3ഉം 4ഉം ആണെന്നാണ് എൻ്റെ ഊഹം. ഇത് രണ്ടും നിങ്ങളുടെ സൈക്കോളജി, പെഡഗോജി അധ്യാപകൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതായിരിക്കും. ഇത്രയും ചോദ്യങ്ങളാണ്. അപ്പോൾ ഇതുപോലൊരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. ഇത് തന്നെ നിങ്ങൾ നോക്കൂ. ഗ്രാമർ എത്ര എളുപ്പമുള്ളതാണ് ചോദിച്ചത്. ആ റീഡിംഗ് കോമ്പിനേഷൻ പാസേജ് എത്ര എളുപ്പമുള്ളതാണ് ചോദിച്ചത്. അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെയുള്ള റീഡിംഗ് പാസേജ് കോമ്പിനേഷൻ കൂടുതൽ ചെയ്ത് പഠിക്കുക. ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടുതൽ ക്ലാസ്സുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. റീഡിംഗ് കോമ്പിനേഷൻ ഇതുപോലത്തെ കുറച്ച് പാസേജ് നമുക്ക് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുക. പരീക്ഷ നീണ്ടു പോകുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് അഡ്വാൻറ്റേജ് എടുക്കുക. പിന്നൊരു പരീക്ഷ വന്നിട്ട് അതിനുവേണ്ടി കാത്തിരിക്കുന്നതിനേക്കാൾ എത്രയും ബെറ്റർ. അത്രയും സമയം നമുക്ക് പഠിക്കാൻ കിട്ടുന്നതാണ്. താങ്ക് യു. വീണ്ടും കാണാം. ബൈ ഫ്രം രഞ്ജിത്ത് ആർക്കെ തഴവ.